ഹായ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ റെയിൽവേ എഞ്ചിനീയർ എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ ഒരുപാട് പേർക്ക് ഒരൊറ്റ തെറ്റ് സംഭവിക്കാറുണ്ട്. ആ ഒരു പിഴവ് മതി നമ്മളെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ എന്താണ് ആ തെറ്റെന്നും അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാമെന്നും നമ്മൾ കാണാൻ പോവുകയാണ്. ഒപ്പം RRB ALP ടെക്നീഷ്യൻ പരീക്ഷയുടെ ഫുൾ സിലബസും ഒരു വിന്നിംഗ് സ്ട്രാറ്റജിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. നിങ്ങൾ ഈ റെയിൽവേ എക്സാം ക്രാക്ക് ചെയ്യാൻ ശരിക്കും സീരിയസ് ആണെങ്കിൽ സിലബസിലെ ഓരോ ടോപ്പിക്കും നമ്മളോടൊപ്പം പഠിച്ചു തീർക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. കാരണം വരും ദിവസങ്ങളിൽ ഫുൾ സിലബസും നമ്മളിവിടെ കവർ ചെയ്യുന്നതായിരിക്കും. ഒരു ടോപ്പ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് ജോലി, അത് നമ്മുടെയൊക്കെ ഒരു വലിയ സ്വപ്നമാണല്ലേ? നല്ല ശമ്പളം, ജോബ് സെക്യൂരിറ്റി, സമൂഹത്തിൽ കിട്ടുന്നൊരു സ്റ്റാറ്റസ്. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ മത്സരിക്കുന്ന ഈ ലോകത്ത് മുന്നിലെത്തുക എന്ന് പറയുന്നത് കുറച്ചൊരു വെല്ലുവിളിയാണ്. എന്നാൽ പേടിക്കേണ്ട, അത് അസാധ്യമൊന്നുമല്ല. അതിന് വേണ്ടത് വെറും ഹാർഡ് വർക്കല്ല, ഒരു സ്മാർട്ട് വർക്ക്, ഒരു കൃത്യമായ പ്ലാനിംഗ് ആണ്. ഈ പരീക്ഷ ജയിക്കാനുള്ള ആ വഴി സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നമ്മളൊരു പുതിയ ടീച്ചിംഗ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതായത് വളരെ പവർഫുള്ളായ ഒരു AI ഫസ്റ്റ് പ്ലാറ്റ്ഫോം. ഇതുപയോഗിച്ച് വളരെ കോംപ്ലക്സ് ആയ ടോപ്പിക്കുകൾ പോലും വിഷ്വൽസിന്റെ സഹായത്തോടെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഞങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഗെയിം പ്ലാൻ. ആദ്യം യുവർ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, പിന്നെ ഡീകോഡിംഗ് ദി എക്സാം പാറ്റേൺ, അതായത് ഈ കളിയുടെ നിയമങ്ങൾ. അതിനുശേഷം ദ സിലബസ് മാസ്റ്റർ പ്ലാൻ, എന്തു പഠിക്കണം എന്ന് കൃത്യമായി അറിയണ്ടേ. പിന്നെ ദ വിന്നിംഗ് സ്ട്രാറ്റജി, അത് കഴിഞ്ഞു യുവർ എസൻഷ്യൽ ടൂൾ കിറ്റ്, നമ്മുടെ ആയുധങ്ങൾ. അവസാനം എങ്ങനെ സ്റ്റാർട്ട് യുവർ ജേർണി ടുഡേ എന്നും നമ്മൾ നോക്കും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, യുവർ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. RRB പോലുള്ള സെൻട്രൽ ഗവൺമെൻറ് പരീക്ഷകൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ LET, അതായത് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് പോലുള്ള പരീക്ഷകളും വലിയ അവസരങ്ങളാണ്. ഉദാഹരണത്തിന് LET എക്സാം പാസ്സായാൽ ഡിപ്ലോമ കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റിന് നേരിട്ട് CET TKM പോലുള്ള കേരളത്തിലെ ടോപ്പ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ BTechന്റെ 3ാമത്തെ സെമസ്റ്ററിലേക്ക് അഡ്മിഷൻ കിട്ടും. രണ്ടും കോമ്പറ്റിറ്റീവ് എക്സാംസ് ആണ്. രണ്ടിനും വേണ്ടത് ഒരേപോലത്തെ ഒരു സ്ട്രാറ്റജിക് അപ്രോച്ചാണ്. ഈ ഒരു കമ്പാരിസൺ നോക്കിയേ. ഒരു പ്രൈവറ്റ് കോളേജിൽ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കുന്നതും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി ഒരു ഗവൺമെന്റ് ജോലിയിലോ കോളേജിലോ കയറുന്നതും തമ്മിൽ ആകാശവും ഭൂമിയും പോലത്തെ വ്യത്യാസമുണ്ട്. ശരിയാണ്, കോമ്പറ്റേറ്റീവ് എക്സാം കുറച്ചുകൂടി ടഫാണ്. പക്ഷേ അതിൻ്റെ റിവാർഡ് അത് വളരെ വലുതാണ്. ഫീസ് വളരെ കുറവ്, കിട്ടാൻ പോകുന്ന പ്ലേസ്മെന്റ്സ് അടികൊടി, ചുരുക്കത്തിൽ ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഓർക്കുക, ഈ കഷ്ടപ്പാടൊരു ചെലവല്ല, അതൊരു ഇൻവെസ്റ്റ്മെന്റാണ്. നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇനി നമ്മുടെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. ഡീകോഡിംഗ് ദി എക്സാം പാറ്റേൺ. ഏത് കളിയും ജയിക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ റൂൾസ് അറിയണം, അല്ലേ? അതുപോലെ തന്നെയാണ് എക്സാമിൻ്റെ കാര്യം. അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾ പകുതി ജയിച്ചു. സാധാരണയായിട്ട് ഇത്തരം ടെക്നിക്കൽ എക്സാംസിൻ്റെ ഒരു പാറ്റേൺ ഇങ്ങനെയായിരിക്കും. 120 ക്വസ്റ്റ്യൻസ്, 120 മിനിറ്റ് സമയം. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് കിട്ടുന്നത് വെറും 1 മിനിറ്റാണ്. ജസ്റ്റ് 60 സെക്കൻഡ്സ്. അതായത് ആലോചിക്കാൻ പോലും അധികം സമയമില്ല. ഇവിടെയാണ് അറിവ് മാത്രം പോരാ, സ്പീഡും ആക്യുറസിയും വേണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മാർക്കിൻ്റെ കാര്യം നോക്കാം. ഓരോ കറക്റ്റ് ആൻസറിനും നിങ്ങൾക്ക് +3 മാർക്ക് കിട്ടും. പക്ഷേ ഒരു ഉത്തരം തെറ്റിപ്പോയാൽ, അതായത് ഇൻകറക്റ്റ് ആൻസർ ആണെങ്കിൽ, കിട്ടിയ മാർക്കിൽ നിന്ന് 1 മാർക്ക് കുറയും. അതാണ് നെഗറ്റീവ് മാർക്കിംഗ്. നിങ്ങളൊരു ചോദ്യം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ, അതായത് അൺഅറ്റംപ്റ്റഡ് ആണെങ്കിൽ, മാർക്ക് പോകത്തുമില്ല, കിട്ടത്തുമില്ല, 0. ഈ കാണുന്ന -1, ഇതാണ് ഈ കളിയിലെ ഏറ്റവും വലിയ വില്ലൻ. ഒരു റാങ്ക് കില്ലറെന്ന് തന്നെ പറയാം. ഒന്നാലോചിച്ച് നോക്കൂ. നിങ്ങൾ കഷ്ടപ്പെട്ട് ശരിയാക്കിയ ഒരു ചോദ്യത്തിന് കിട്ടിയ 3 മാർക്ക് ഒരു ഉറപ്പുമില്ലാതെ ചുമ്മാ കറക്കി കുത്തിയ 3 തെറ്റായ ഉത്തരങ്ങൾ കൊണ്ട് ഇല്ലാതാവാം. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലുറപ്പിക്കുക, അറിയാത്ത ചോദ്യം ധൈര്യമായി വിട്ടേക്കുക. ഒരിക്കലും ഊഹിച്ചെഴുതരുത്. ഓക്കെ, ഇനി നമുക്ക് ഈ എക്സാമിൻ്റെ ഹൃദയഭാഗത്തേക്ക് കടക്കാം. ദ സിലബസ് മാസ്റ്റർ പ്ലാൻ. എവിടെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് കൂടുതൽ മാർക്ക് വരാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ആദ്യത്തേത് പാർട്ട് A, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. ഏകദേശം 20 ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വരും. ഞാൻ ഇതിനെ ദ റാങ്ക് ഡിസൈഡർ എന്നാണ് വിളിക്കുന്നത്. അതിനൊരു കാരണവുമുണ്ട്. കാരണം ബാക്കി വിഷയങ്ങളിലൊക്കെ മിക്കവാറും എല്ലാവരും ഒരു ആവറേജ് മാർക്ക് വാങ്ങും. പക്ഷേ മാത്തമാറ്റിക്സിൽ ആരാണോ സ്കോർ ചെയ്യുന്നത് അവരായിരിക്കും റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ വരുന്നത്. മാത്തമാറ്റിക്സിലെ മെയിൻ ടോപ്പിക്സ് ഇവയാണ്. മെട്രിക്സിന് റാങ്ക്, ഐഗൻ വാല്യൂസ്, ഐഗൻ വെക്ടേഴ്സ് എന്നിവ സ്ഥിരം ചോദ്യങ്ങളാണ്. ഈ ഐഗൻ വാല്യൂസൊക്കെ ഒരു ബ്രിഡ്ജിന്റെ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാൻ വരെ എഞ്ചിനീയർമാർ ഉപയോഗിക്കുന്ന ഒന്നാണ്. അതുപോലെ കൺട്രോൾ സിസ്റ്റംസ് പോലുള്ള കോംപ്ലക്സ് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ സഹായിക്കുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോംസ്, ഫൊറിയർ സീരീസ് എന്നിവയിൽ നിന്നും ചോദ്യങ്ങൾ ഉറപ്പാണ്. ഈ ടോപ്പിക്സ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അടുത്തത് പാർട്ട് B, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഏകദേശം 15 ചോദ്യങ്ങൾ.
മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ കോട്ടയാണ്. യോ ഹോം ടഫ്. ഈ ഭാഗത്തു നിന്ന് ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഇതിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഫുൾ മാർക്ക് വാങ്ങാൻ നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം. മൂന്നാമത്തെ ഭാഗം പാർട്ട് സി, ബേസിക് സിവിൽ ആൻഡ് മെക്കാനിക്കൽ. ഇവിടെ ഏകദേശം 30 ചോദ്യങ്ങളുണ്ടാകും. ഇതിലെ മെക്കാനിക്കൽ പാർട്ട്, അതായത് തെർമോഡൈനാമിക്സ്, IC എഞ്ചിൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെ പരിചിതമായിരിക്കും. അതൊരു ഫെമിലിയർ ടെറിട്ടറിയാണ്. എന്നാൽ സിവിൽ ഭാഗത്തെ ബിൽഡിംഗ് മെറ്റീരിയൽസ്, സർവേയിംഗ് പോലുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയതായിരിക്കും, ഒരു ന്യൂ ടെറിട്ടറി. അപ്പോൾ ആ പുതിയ ടോപ്പിക്സിനെ കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്തു പഠിക്കണം. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം. ഇനി നമ്മൾ കാണാൻ പോകുന്ന സബ്ജക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ വിജയികളെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഈ ഭാഗത്താണ്. അതെ, പാർട്ട് ഡി, ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ഏകദേശം 35 ചോദ്യങ്ങൾ. ഏറ്റവും കൂടുതൽ വെയിറ്റേജുള്ള ഭാഗം. ഞാനിതിനെ ദ ഡേഞ്ചർ സോൺ എന്ന് വിളിക്കാൻ ഒരു കാരണമുണ്ട്. ഈ വീഡിയോയുടെ ടൈറ്റിലിൽ പറഞ്ഞ ആ #1 മിസ്റ്റേക്ക് ഇതാണ്. ഭൂരിഭാഗം മെക്കാനിക്കൽ സ്റ്റുഡൻസും പരാജയപ്പെടുന്നത് ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ മാർക്കുള്ളൊരു ഏരിയ പഠിക്കാതെ പോയാൽ പിന്നെ എങ്ങനെ ജയിക്കാനാണ്? എന്നാൽ നിങ്ങൾ പേടിക്കേണ്ട, ഇതിലെ ചോദ്യങ്ങൾ വളരെ ബേസിക് ലെവലിൽ നിന്നായിരിക്കും. ഓംസ് ലോ, കിർച്ചോഫ്സ് ലോസ് പോലുള്ള അടിസ്ഥാന നിയമങ്ങൾ. അതുപോലെ ഇലക്ട്രോണിക്സിൽ കറണ്ടിനെ ഒരു ഡയറക്ഷനിൽ മാത്രം കടത്തിവിടുന്ന ഒരു വൺ-വേ സ്ട്രീറ്റ് പോലെയുള്ള PN ജംഗ്ഷൻ ഡയോഡ്സ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ യെസ് നോ തീരുമാനങ്ങൾ എടുക്കുന്ന ലോജിക് ഗേറ്റ്സ്, ഇതിൻ്റെയൊക്കെ ബേസിക്സ് പഠിച്ചാൽ മാത്രം മതി എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാം. അവസാനമായി പാർട്ട് ഇ, സി പ്രോഗ്രാമിംഗിൽ നിന്നും പാർട്ട് എഫ്, ഇംഗ്ലീഷിൽ നിന്നും 10 ചോദ്യങ്ങൾ വീതമുണ്ടാകും. പ്രോഗ്രാമിംഗിൽ വളരെ ബേസിക്കായ സിൻഡാക്സ്, ലൂപ്സ് എന്നിവയും ഇംഗ്ലീഷിൽ ടെക്നിക്കൽ ഗ്രാമർ, വൊക്കാബുലറി എന്നിവയുമാണ് സാധാരണയായി ചോദിക്കാറ്. ഇവയെ നമുക്ക് ദി ഫിനിഷിംഗ് ടച്ചസ് എന്ന് വിളിക്കാം. അപ്പോൾ സിലബസ് എന്താണെന്ന് നമുക്കിപ്പോൾ ക്ലിയറായി. ഇനി 4ാമത്തെ ഭാഗത്തേക്ക് കടക്കാം, ദ വിന്നിംഗ് സ്ട്രാറ്റജി. വെറുതെ ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം. വർക്ക് സ്മാർട്ടർ, നോട്ട് ഹാർഡർ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഏറ്റവും വലിയ തെറ്റ്, ദ 50% ട്രാപ്പ്. ഈ ചാർട്ട് ഒന്ന് നോക്കൂ. പല മെക്കാനിക്കൽ സ്റ്റുഡൻസും അവരുടെ കോർ സബ്ജക്ട്സായ മാത്തമാറ്റിക്സ്, മെക്കാനിക്സ്, ബേസിക് മെക്കാനിക്കൽ എന്നിവ മാത്രം പഠിക്കുന്നു. ഇത് സിലബസിന്റെ ഒരു 50% മാത്രമേ ആവുന്നുള്ളൂ. ബാക്കിയുള്ള 50% വരുന്ന ഇലക്ട്രിക്കൽ, സിവിൽ, CS, ഇംഗ്ലീഷ് എന്നിവ അവർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും. നിങ്ങൾ ആദ്യത്തെ പകുതി മുഴുവൻ ശരിയാക്കിയാൽ പോലും നിങ്ങൾക്ക് പരീക്ഷയുടെ പകുതി മാർക്കല്ലേ കിട്ടൂ. അതുകൊണ്ട് ഒരിക്കലും ഒരു നല്ല റാങ്ക് കിട്ടില്ല. അപ്പോൾ എന്താണ് വിജയത്തിലേക്കുള്ള ആ 3 സ്റ്റെപ്പ് പ്ലാൻ? 1. അവോയ്ഡ് ദ 50% ട്രാപ്പ്. എല്ലാ വിഷയങ്ങളും പഠിക്കുക. 2. കോങ്കർ ദ ഡേഞ്ചർ സോൺ. നമ്മൾ പറഞ്ഞ ആ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് വിഷയങ്ങളിലെ ബേസിക്സ് ഉറപ്പായും പഠിച്ചിരിക്കണം. 3. ചൂസ് ആക്യുറസി ഓവർ സ്പീഡ്. നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളതുകൊണ്ട് സ്പീഡിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ആക്യുറസിക്ക് കൊടുക്കുക. 5ാമത്തെ ഭാഗം, യോർ ഇസെൻഷ്യൽ ടൂൾ കിറ്റ്. ഈ ഒരു യാത്രയിൽ നിങ്ങൾക്കാവശ്യമായ ടൂൾസ്, അതായത് ഏതൊക്കെ ബുക്സ്, മെറ്റീരിയൽസാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു നല്ല ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങുന്നത് എപ്പോഴും നല്ലതാണ്. LAG എക്സാമിനു വേണ്ടിയുള്ള ലോക്കൽ പബ്ലിഷർമാരുടെ ബുക്സ് മാർക്കറ്റിൽ കിട്ടും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ബേസിക് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് പോലുള്ള വിഷയങ്ങൾ പഠിക്കാൻ നിങ്ങൾ വേറെ എങ്ങോട്ടും പോകേണ്ട. നിങ്ങളുടെ ഡിപ്ലോമ ഫസ്റ്റ് ഇയറിലെ ടെക്സ്റ്റ് ബുക്സ് തന്നെ ധാരാളമാണ്. അതിലെ ബേസിക്സ് ആണ് എക്സാമിന് ചോദിക്കുന്നത്. പിന്നെ കഴിഞ്ഞ 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിർബന്ധമായും ചെയ്തിരിക്കണം. നമ്മളിപ്പോൾ എല്ലാം പ്ലാൻ ചെയ്തു കഴിഞ്ഞു. ഇനി 6ാമത്തെയും അവസാനത്തെയും ഭാഗത്തേക്ക് കടക്കുകയാണ്. സ്റ്റാർട്ട് യുവർ ജേർണി ടുഡേ. പ്ലാനിംഗ് മാത്രം പോരല്ലോ, അത് ആക്ഷനിലേക്ക് കൊണ്ടുവരണം. ഈ മാസ്റ്റർ പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളെപ്പോലെ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഹെൽപ്ഫുൾ ആയേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പുകളിലൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ പഠനം കുറച്ചുകൂടി എളുപ്പമാക്കാൻ നമ്മളൊരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നിങ്ങളുടെ അറിവ് ടെസ്റ്റ് ചെയ്യാനുള്ള ഇന്ററാക്റ്റീവ് ക്വിസസ് ഉണ്ടാകും. നിങ്ങൾ പഠിച്ചത് എത്രത്തോളം മനസ്സിലായി എന്ന് സ്വയം ചെക്ക് ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കും. അതുമാത്രമല്ല, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഓഡിയോ ക്ലാസ്സസും കിട്ടും. യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ പ്രധാനപ്പെട്ട ഫോർമുലകളും കോൺസെപ്റ്റുകളും വെറുതെ കേട്ട് പഠിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. റിവിഷൻ ഇത് വളരെ നല്ലൊരു ടൂളാണ്. ഇതുകൂടാതെ പഠിക്കുമ്പോൾ സംശയങ്ങൾ വരുന്നത് വളരെ നോർമലാണ്. എന്ത് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാം. പരസ്പരം സഹായിച്ച് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇത് വെറുമൊരു തുടക്കം മാത്രമാണ് കേട്ടോ. ഈ ചാനലിൽ ഉടൻ തന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ALP, റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ, JEE, NTPC, ഗ്രൂപ്പ് D, SSC, പോളിടെക്നിക് കോഴ്സസ്
ഇതിൻ്റെ എല്ലാം ഫുൾ കോഴ്സുകൾ വരുന്നതായിരിക്കും, അതും ഒന്നിലധികം ഭാഷകളിൽ. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നോട്ടിഫിക്കേഷൻസ് ഓണാക്കി വെച്ചോളൂ. നിങ്ങളുടെ ആ സ്വപ്ന ജോലി അത് വെറും കുറച്ചു മാസത്തെ കൃത്യമായ പഠനത്തിനപ്പുറം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും, ഉറപ്പാണ്. അപ്പോൾ ആ യാത്ര ഇന്ന്, ഈ നിമിഷം തന്നെ തുടങ്ങാൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങളുടെ ഉത്തരം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു സെഷനിൽ കാണാം.